ബൈബിളിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന 6 അതുല്യതകൾ ശ്രദ്ധിക്കുന്ന, പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവെപ്പാൻ ഇന്ന് ദൈവകൃപയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അതുല്യത അതിൻ്റെ നാമമാണ്. ബൈബിൾ എന്ന ആ പേര്. ബിബ്ലിയ എന്ന വാക്കിന് പുസ്തകങ്ങൾ എന്നും ബിബ്ലോസ് എന്ന വാക്കിന് പുസ്തകം എന്നുമാണ് അർത്ഥം. 66 ചെറിയ പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തക സമുച്ചയമാണ് ബൈബിൾ. എങ്കിലും അത് ഒരു പുസ്തകമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബിബ്ലോസ്, ബൈബിൾ എന്ന പദം അതിന് അന്വർത്ഥമാണ്. സത്യവേദ പുസ്തകം എന്നാണ് മലയാളത്തിൽ ഇതിനെ വിളിക്കുന്നത്. ഭാരതത്തിൽ സുവിശേഷ പ്രവർത്തനത്തിനായിട്ട് വന്ന ഒരു ജസ്യൂട്ട് മിഷണറിയാണ് ബൈബിളിന് സത്യവേദ പുസ്തകം എന്ന് നാമകരണം ചെയ്തു. താൻ ഇവിടെ വന്ന് ഹൈന്ദവരുടെ ഋഗ്, യജൂർ, സാമ, അഥർവ വേദങ്ങൾ പഠിച്ചിട്ട് ആ വേദങ്ങളുടെയെല്ലാം ആകത്തുകയാണ് സത്യവേദ പുസ്തകം എന്ന അർത്ഥത്തിലാണ് ഈ പേര് നൽകിയത്. ഹൈന്ദവരുടെ ആ 4 വേദങ്ങളുടെയും പൊരുൾ, അതിലെ ചോദ്യങ്ങളുടെ ഉത്തരം, അതിൻ്റെ ആകെ അന്തസത്തയാണ് 5-ാം വേദമെന്ന ഈ സത്യവേദം എന്ന് താൻ വിശേഷിപ്പിക്കുകയുണ്ടായി. വീദ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നാണ് വേദം എന്ന വാക്ക് വന്നിരിക്കുന്നത്. ജ്ഞാനം, അറിവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എല്ലാറ്റിനെ കുറിച്ചും അറിവ് തരുന്ന ഒരു പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. മനുഷ്യന് ഒരു കാര്യം കേൾക്കുമ്പോൾ എന്ത്, എവിടെ, ആരെ, എങ്ങനെ, എപ്പോൾ, എന്ത് സംഭവിച്ചു എന്നൊക്കെ ജിജ്ഞാസയോടുകൂടി ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങളാണ് ആ വിഷയത്തിന്റെ വ്യക്തമായ ഉത്തരം നമുക്ക് നൽകിത്തരുന്നത്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ആദിയിൽ എന്നാണ് ആദിയിൽ. ആരാണ്? ദൈവം. എന്തു ചെയ്തു? സൃഷ്ടിച്ചു. എന്ത് സൃഷ്ടിച്ചു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഈ കാണുന്ന എല്ലാം എങ്ങനെ ഉളവായി വന്നു എന്ന മനുഷ്യന്റെ ആ ജിജ്ഞാസയെ തൃപ്തിപ്പെടുത്താൻ ഉതകുന്ന കൃത്യമായ വിവരണത്തോടുകൂടെയാണ് ബൈബിൾ ആരംഭിക്കുന്നത്. ബൈബിൾ ഒരു അനുമാനമല്ല, ഊഹാപോഹമല്ല, ഐതിഹ്യമല്ല, സങ്കല്പമല്ല, കെട്ടുകഥയല്ല. ബൈബിൾ എന്ന വാക്കിന് പുസ്തകം എന്നാണ് അർത്ഥം. ലോകത്തിലെ ഒരു പുസ്തകത്തിൽ പോലും എല്ലാ കാര്യത്തിൻ്റെയും ആരംഭമോ അവസാനമോ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവിടുത്തെ വ്യക്തികളുടെയോ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളുടെയോ രാജ്യങ്ങളുടെയോ ഒക്കെ ഉദയമോ അസ്തമാനമോ തീർത്തെഴുതാൻ കഴിയാതിരിക്കുക, ചരിത്രം കൃത്യമായി എഴുതാൻ ഒരു മനുഷ്യനെ കൊണ്ടും സാധിക്കാതിരിക്കുക, സകലറ്റിൻ്റെയും സമാരംഭവും അതിൻ്റെ എല്ലാം നിലനിൽപ്പും അവസാനവും എന്തെന്നും കൃത്യമായി രേഖപ്പെടുത്തുന്ന വ്യക്തതയുള്ള പൂർണ്ണതയുള്ള പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ എന്നുള്ളത്. ഇതിന് 2 ഭാഗമുണ്ട്. 39 പുസ്തകങ്ങൾ അടങ്ങുന്ന പഴയ നിയമവും 27 പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമം. പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു. യിരെമ്യാപ്രവചനം 31-ാം അധ്യായം 31-ാമത്തെ വാക്യം: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നാണ് ആ കാലം വന്നത്. യേശു ക്രിസ്തു പെസഹാ ഭോജനത്തിന്റെ അന്ന് തിരുവത്താഴ ശുശ്രൂഷ സംസ്ഥാപിക്കുമ്പോൾ പാനപാത്രം എടുത്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അനേകരുടെ പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം ആകും. പഴയ നിയമം സ്ഥാപിച്ചത് ഒരു കാളയുടെ രക്തത്തിന് മേലാണ്. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം 6-ാം വാക്യം. അനന്തരം മോശെ കാളയുടെ രക്തത്തിൽ ബാക്കിയുള്ളവ എടുത്ത് ജനത്തിനു മേൽ തളിച്ചിട്ട്, ഇത് ദൈവം നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിന്റെ രക്തമാണ് എന്ന് പറയുകയാണ്. അപ്പോൾ പഴയ നിയമം സ്ഥാപിച്ചത് ഒരു കാളയുടെ രക്തത്തിന്മേലാണ്. പുതിയ നിയമം സ്ഥാപിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ രക്തത്താലാണ്. വേദപുസ്തകത്തിന്റെ
ഏത് ഭാഗത്ത് നോക്കിയാലും യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പ് എന്ന വിഷയം തെളിഞ്ഞു വരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. ബൈബിളിന്റെ രണ്ടാമത്തെ അതുല്യത, ഇത് വിവിധത്വം നിറഞ്ഞതാണെങ്കിലും ഏകത്വമുള്ള ഒരു പുസ്തകമാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി. ബൈബിളിന്റെ വിവിധത്വവും ഏകത്വവും ശ്രദ്ധിക്കുന്നവർക്ക് വേണ്ടി ഒന്നൊന്നായി പറയുവാൻ ഞാൻ ഇവിടെ ആഗ്രഹിക്കുകയാണ്. അതിന്റെ അവതരണ ശൈലികൾ വ്യത്യസ്തമാണ്. ബൈബിളിൽ ചരിത്രമുണ്ട്, പക്ഷെ ബൈബിൾ എല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളല്ല. ബൈബിളിൽ ഉപമകളുണ്ട്, പക്ഷേ എല്ലാം ഉപമകളല്ല. പാട്ടുകളുണ്ട്, എല്ലാം പാട്ടുകളല്ല. ദർശനങ്ങളുണ്ട്. 10 തലയും 7 കൊമ്പുമുള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ബൈബിൾ തുടങ്ങുമ്പോൾ തൊട്ട് തീരുന്നത് വരെ ഇതേപോലെയുള്ള ദർശനങ്ങളോ വെളിപ്പാടുകളോ അല്ല. ഇതിനകത്ത് ഉപമകളുണ്ട്, ഉപന്യാസങ്ങളുണ്ട്, പ്രമേയങ്ങളുണ്ട്, പ്രബന്ധങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, പഴമൊഴികളുണ്ട്, ജീവചരിത്രങ്ങളുണ്ട്, ചിത്രങ്ങളുണ്ട്. പലതുകൾ ഒത്തുചേർത്ത് കോർത്തിണക്കിയ ഒരു മുത്തുപാല പോലെയാണ് വിശുദ്ധ ബൈബിൾ. അതിന്റെ കാലദൈർഘ്യം വ്യത്യസ്തമായി. ഇത്രമാത്രം കാലഘട്ടം എടുത്ത് എഴുതി പൂർത്തീകരിച്ച വേറെ ഒരു പുസ്തകവും ഉലകത്തിൽ ഇന്നുവരെയില്ല. BC 1500 മുതൽ ഏകദേശം AD 100 വരെയുള്ള 1600 വർഷം കൊണ്ടാണ് ബൈബിൾ എഴുതി പൂർത്തീകരിച്ചത്. അവസാന എഴുത്തുകാരനായ യോഹന്നാൻ ജനിക്കുന്നതിന് 1450 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ എഴുത്തുകാരനായ മോശെ മരിച്ചുപോയി. മോശയും മെഷിയാവും സമകാലികരല്ല. യോഹന്നാനും ആമോസും ഒന്നിച്ച് ജീവിച്ചവരല്ല. പരസ്പരം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ആളുകളാണ്. പല കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരാണ്. 40-ൽ പരം എഴുത്തുകാരുണ്ട്. 60-ൽ പരം തലമുറകളിലായിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത്. ഇവിടുത്തെ ഒരു പദ്ധതി പോലും 1600 വർഷത്തിലേക്ക് നീട്ടിക്കൊണ്ടുപോകുവാൻ ഒരു സർക്കാരിനും സാധിക്കുകയില്ല. ഇവിടുത്തെ പദ്ധതികളെല്ലാം എങ്ങനെയാണ്? പഞ്ചവത്സര പദ്ധതി, ദശവത്സര പദ്ധതി, 20 വർഷം കൊണ്ട് തീരുന്ന പദ്ധതി. വസ്തുവും മറ്റും ലീസിന് കൊടുക്കുന്നത് പോലും 100 വർഷത്തേക്കാണ്. അതിനപ്പുറത്തേക്ക് ഒരു കാര്യത്തെ നീട്ടിക്കൊണ്ടുപോകാൻ ഒരു സർക്കാരിന് സംവിധാനമില്ല, സാധിക്കുകയുമില്ല. അവിടെയാണ് ബൈബിളിന്റെ അതുല്യത നാം മനസ്സിലാക്കേണ്ടത്. 1600 വർഷം കൊണ്ടാണ് വേദപുസ്തകത്തിന്റെ രചനയും ക്രോഡീകരണവും നടന്നിട്ടുള്ളത്. ഇത്രയും കാലമെടുത്ത് എഴുതിയ പുസ്തകമൊന്നും ലോകത്തിലില്ല. കാരണം അത്രയും കാലം ജീവിച്ചിരുന്ന മനുഷ്യരാരും ഇവിടെയില്ല. ബൈബിളിന്റെ മറ്റൊരു വിവിധത്വം എന്ന് പറയുന്നത് അതിന്റെ എഴുത്തുകാർ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ വ്യത്യസ്തമായിരുന്നു. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇരുന്നു കൊണ്ട് ഇതിന്റെ രചന നിർവഹിച്ചവരുണ്ട്. യേശു ക്രിസ്തു നമ്മുടെ നാട്ടുകാരനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ക്രിസ്തു വിദേശീയനല്ല, ഏഷ്യൻ വംശജനാണ്. പശ്ചിമേഷ്യ എന്ന് പറയുന്നത് നാം അധിവസിക്കുന്ന ഏഷ്യ ഭൂഖണ്ഡത്തിലാണെന്ന് മനസ്സിലാക്കണം. ബൈബിളിന്റെ കുറച്ച് ഭാഗങ്ങൾ എഴുതിയത് ഈ ഏഷ്യ ഭൂഖണ്ഡത്തിലാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ ഇരുന്നു കൊണ്ട് കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ആഫ്രിക്കയിൽ ഇരുന്നു കൊണ്ടാണ് എഴുതിയത്. ലോകത്തിൽ 5-ൽ പരം ഭൂഖണ്ഡങ്ങൾ, അതിലെ 3 ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ടാണ് ഈ വേദപുസ്തകത്തിന്റെ കുറെ ഭാഗങ്ങൾ എഴുതിയത്. പരസ്പരം ആലോചിച്ചല്ല, വട്ടമേശയിട്ട് നീ നിന്റെ അഭിപ്രായം പറ, ഞാൻ എന്റെ ചിന്ത പറയാമെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചും വാദിച്ചും എഴുതിയതല്ല വിശുദ്ധ ബൈബിൾ. 3 ഭൂഖണ്ഡങ്ങളിൽ ജീവിച്ചിരുന്നവർ, അതിൽ തന്നെ ആളുകളുടെ വാസസ്ഥലങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. സ്നേഹിതരെ, ദാവീദും ശലോമോനും ഒക്കെ രാജകൊട്ടാരത്തിൽ ഇരുന്ന് എഴുതി. ഇരമ്യാവട്ടെ കൽത്തുറങ്ങളിൽ കിടന്നുകൊണ്ട് എഴുതി. പൗലോസും കൽത്തുറങ്ങളിലാണ് എഴുതിയത്. ആമേൻ. മോശയും ദാവീദും ഒക്കെ മരുഭൂമിയിൽ ഇരുന്നു കൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. എഴുത്തുകാരുടെ അവർ അധിവസിച്ചിരുന്ന സ്ഥലങ്ങളും സാഹചര്യങ്ങളും വ്യത്യസ്തമായിരുന്നു. പക്ഷേ ഈ സ്ഥലങ്ങളുടെ സ്വാധീനത വേദപുസ്തകത്തിന്റെ സന്ദേശത്തെ ദോഷകരമായി ബാധിച്ചിട്ടില്ല. മറ്റൊരു കാര്യം, ഈ എഴുത്തുകാരുടെ മാനസിക നിലവാരങ്ങൾ വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം, ഒരു കത്ത് പോലും എഴുതണമെങ്കിൽ നല്ല ഒരു മാനസിക നിലവാരമുണ്ടെങ്കിലേ നമുക്ക് എഴുതാൻ പറ്റും. ജീവരക്ഷയ്ക്കു വേണ്ടി ഒരു വേട്ടമൃഗത്തെ വേട്ടക്കാരൻ ഓടിക്കുന്നത് പോലെ നെട്ടോട്ടം ഓടുന്നതിനിടയിൽ പേടിച്ചരണ്ട് ഒളിച്ചിരിക്കുന്ന വേളയിലാണ് ഈ പുസ്തകത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ആളുകൾ എഴുതിയിട്ടുള്ളത്. പ്രാണഭയത്തോടെ കഴിഞ്ഞപ്പോൾ, യുദ്ധത്തിന്റെ കൊടുമ്പുരി കൊണ്ടിരുന്ന സന്ദർഭത്തിൽ, ശത്രുക്കൾ ഞെരുക്കിയത് മുഖാന്തരം പ്രാണഭയം നേരിട്ട സന്ദർഭത്തിൽ, അതേസമയം ശലോമോൻ സമാധാനകരമായ സാഹചര്യത്തിലാണ് എഴുതിയിട്ടുള്ളത്.
ഇതിലെ എഴുത്തുകാരുടെ ജീവിത നിലവാരങ്ങൾ വ്യത്യസ്തമായിരുന്നില്ലേ? മത്തായി ഒരു ചുങ്കം പെരുവുകാരനായിരുന്നു. പത്രോസും യോഹന്നാനും മുക്കുവന്മാരായിരുന്നു. പൗലോസ് അഭ്യസ്ത വിദ്യനായ ഒരു മനുഷ്യനായിരുന്നു. യോഹന്നാനും വളരെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ ആമോസ് ആവട്ടെ കാട്ടത്തിപ്പഴം പറക്കിക്കൊണ്ട് നടന്ന അട്ടിടയനാണ്. ലോകത്തിലെ ഒരു പ്രസിദ്ധീകരണ വിഭാഗക്കാരും പല നിലവാരമുള്ളവരുടെ എഴുത്തുകൾ കുത്തിക്കെട്ടി ഒന്നാക്കി ഇറക്കാൻ തയ്യാറാവില്ല. എഴുത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിഞ്ഞുകൂടാത്ത ആളുകൾ എഴുതുന്ന ലേഖനവും ഇവിടുത്തെ സാഹിത്യാഭിരുചിയുള്ള പ്രത്യേക നിപുണതയുള്ള ആളുകൾ എഴുതുന്ന ലേഖനങ്ങളും ചേർത്ത് ഒരു പുസ്തകമായി ഇറക്കാൻ ഇവിടുത്തെ ഒരു പ്രസാധകനും തയ്യാറാവില്ല. കാരണം അക്ഷരത്തിലധികം അഭ്യസനം ലഭിച്ചിട്ടില്ലാത്ത, എഴുത്തിൽ അധികം നിപുണതയില്ലാത്ത, സാഹിത്യ ശൈലി പരിചയമില്ലാത്ത ആ എഴുത്തുകൾ അറുബോറനായി തോന്നും. ആ ചവറുകൾ ചിലതിടയ്ക്ക് വന്നാൽ ആളുകൾക്ക് വായനയ്ക്ക് അത് അരോചകത്വമായി മാറിയാൽ ആ പുസ്തകം മൊത്തത്തിൽ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയാനിടയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ചേർത്ത് ക്രോഡീകരിച്ചിറക്കാൻ ഒരു പ്രസാധകനും തയ്യാറാവില്ല. പക്ഷെ ബൈബിളിനെ നിങ്ങൾ നോക്കൂ. ബൈബിളിലെ എഴുത്തുകാർ പലരും സാധാരണക്കാരായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെ കുറിച്ച് തിരുവെഴുത്തിൽ തന്നെ വായിക്കുന്നുണ്ടല്ലോ. പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ ആളുകൾ, ചുങ്കപ്പെരുവുകാരും മുക്കുവന്മാരും ആട്ടിടയന്മാരും ആയിരുന്ന സാധാരണക്കാരായ ആളുകൾ. അപ്പോൾ തന്നെ വിദ്യാബഹുത്വമുള്ള മോശയും ശലോമോനും പൗലോസും യോഹന്നാനും ഒക്കെ ഇതിന്റെ പേന പിടിച്ചവരാണ്. അങ്ങനെ എഴുത്തുകാരുടെ ജീവിത നിലവാരങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. എഴുതാൻ ഉപയോഗിച്ച ഭാഷകൾ വ്യത്യസ്തമായിരുന്നു. ബൈബിളിലെ പഴയ നിയമം എബ്രായ ഭാഷയിലാണ് എഴുതിയത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. ചില ഭാഗങ്ങൾ അരാമ്യ ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ആ ഭാഷ സംസാര ഭാഷ അല്ലാതായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞില്ലേ? ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ ശ്രേഷ്ഠതയും ന്യൂനതയും. എബ്രായ ഭാഷയ്ക്ക് 22 അക്ഷരമാണുള്ളത്. ഗ്രീക്ക് ഭാഷയ്ക്ക് 24 അക്ഷരമാണുള്ളത്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് 26 അക്ഷരമുണ്ട്. മലയാള ഭാഷയ്ക്ക് 56 അക്ഷരമുണ്ട്. 56 അക്ഷരമുള്ള മലയാള ഭാഷയിൽ പല വാക്കുകളും പറയാൻ മലയാളത്തിൽ പദമില്ല. കുട്ടികൾ പലപ്പോഴും നടത്താറുള്ള ഒരു കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. 10 മിനിറ്റ് നേരം ഒരു ഇംഗ്ലീഷ് പദവും പറയാതെ മലയാളം മാത്രം പറയണം, ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തെടുക്കാൻ ആളുകൾ കിണഞ്ഞു പരിശ്രമിക്കാറുണ്ട്. എന്ന് വെച്ചാൽ മലയാളത്തിൽ പലതിനും പദങ്ങളില്ല. 56 അക്ഷരമുണ്ടെങ്കിലും നമ്മുടെ മാതൃഭാഷയിൽ പലതും പ്രകടിപ്പിക്കാൻ പദങ്ങളില്ലാതെ നമ്മൾ പഞ്ഞമനുഭവിക്കുകയാണ്. എല്ലാ ഭാഷയ്ക്കും അതിൻ്റെതായ ന്യൂനതകളും ശ്രേഷ്ഠതകളുമുണ്ട്. പക്ഷേ ബൈബിളിന്റെ രചനയിൽ ഈ 3 ഭാഷകൾ ഉപയോഗിക്കപ്പെട്ടിട്ടും ബൈബിളിന്റെ സന്ദേശത്തെ അത് സാരമായി ബാധിച്ചിട്ടില്ല. എഴുതാൻ ഉപയോഗിച്ചത് 4 തരത്തിലുള്ള താളുകളാണ്, പേപ്പറുകളാണ്. പാപ്പിറസ് ചെടിയുടെ തോലിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ ലേഖനത്തിൽ വായിക്കുന്നത്, പേപ്പറിലും മഷിയിലും എഴുതുവാൻ എനിക്ക് മനസ്സില്ല എന്ന്. അതുപോലെ തന്നെ മോശയ്ക്ക് ദൈവം നൽകിയത് കൽപ്പലകയിൽ എഴുതിയാണ്. 2ാമത്തെ പ്രതലം അതായിരുന്നു. 3ാമത്തെ പ്രതലം മെഴുകുപലയിൽ ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതുക എന്നുള്ളതായിരുന്നു. സ്നാപക യോഹന്നാന്റെ പേരിടേണ്ടുന്ന സന്ദർഭത്തിൽ സെക്കരിയാവ് ഒരു മെഴുകുപലക ചോദിക്കുന്നുണ്ട്, ഒരു എഴുത്തുപലക ചോദിക്കുന്നുണ്ട്. യിരെമ്യാപ്രവചനം 17-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, യഹൂദയുടെ പാപം ഇരുമ്പെഴുത്താണി കൊണ്ടും വജ്രമുന കൊണ്ടും എഴുതി വച്ചിരിക്കുന്നു. മെഴുകുപലകയിൽ ഇരുമ്പോ വജ്രമോ ഉപയോഗിച്ച് എഴുതുന്ന രീതി പണ്ടു നിലവിലുണ്ടായിരുന്നു. എഴുതാൻ ഉപയോഗിച്ച 4ാമത്തെ പ്രതലം ചർമ്മലിഖിതങ്ങളായിരുന്നു. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ കർപ്പൂസിന്റെ പക്കൽ വെച്ചേച്ച് പോന്ന പുതപ്പും വിശേഷ ചർമ്മലിഖിതങ്ങളും കൊണ്ടുവരിക. അപ്പോൾ പേപ്പറിൽ, പാപ്പിറസ് ചെടിയുടെ താളിൽ, കൽപ്പലകയിൽ, മെഴുകുപലകയിൽ, ചർമ്മലിഖിതത്തിൽ ഒക്കെയാണ് വേദപുസ്തകത്തിന്റെ ഭാഗങ്ങൾ എഴുതിയത്. ദൈവം പണ്ട് ഭാഗമായി വിവിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ആളുകൾ അവരവർക്ക് കിട്ടിയ താളുകളിലാണ് എഴുതി വെച്ചത്. പക്ഷേ കാലത്തിന്റെ സമ്പൂർണതയിൽ ദൈവത്തിന്റെ ആത്മാവ് അവയെ ക്രോഡീകരിച്ച് കുത്തിക്കെട്ടിയപ്പോൾ ഈ കാലദൈർഘ്യമോ എഴുത്തുകാരുടെ മാനസിക നിലവാരമോ ഭാഷയുടെ അപര്യാപ്തതയോ അല്ലെങ്കിൽ അവരുടെ കാലഘട്ടമോ ഒന്നും
ദോഷമായി സ്വാധീനിച്ചിട്ടില്ല. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരാൾ എഴുതിയതായി തന്നെ നമുക്ക് അനുഭവപ്പെടുകയാണ്. പഴയ നിയമത്തിലെ മോശയാൽ രചിക്കപ്പെട്ട ലേവ്യ പുസ്തകവും പുതിയ നിയമത്തിൽ പൗലോസിനാൽ എഴുതപ്പെട്ടു എന്ന് ഗണിക്കുന്ന ഇബ്രായ ലേഖനവും തമ്മിൽ എന്തൊരു ബന്ധമാണ്! ഉൽപ്പത്തി പുസ്തകവും വെളിപ്പാട് പുസ്തകവും തമ്മിൽ എന്തൊരു ചേർച്ചയാണ്! പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് ദാനിയേൽ പ്രവചനം. പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. ഈ പുസ്തകങ്ങൾ തമ്മിൽ എന്തൊരു യോജിപ്പാണ്! യെശയ്യാ പ്രവാചകന്റെ പുസ്തകവും സുവിശേഷങ്ങളും തമ്മിൽ എന്തൊരു ചേർച്ചയാണ്! സ്തോത്രം! അതാണ് തിരുവെഴുത്ത് വായിക്കുന്നത്. യെശയ്യാ പ്രവചനം 34:16. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ചു വായിച്ചു നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. യഹോവയുടെ വായിൽ അരുളിച്ചെയ്തു, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തി. അപ്പോൾ ഈ വിവിധത്വങ്ങൾ ഉണ്ടായിട്ടും ബൈബിൾ ഏകതയോടെ ഐക്യതയോടെ നിലനിൽക്കുന്നു. അത് ബൈബിളിന്റെ മാത്രം ഒരു അതുല്യതയാണ്. 3, അതിന്റെ കാലപ്പഴക്കമില്ലായ്മ. ഇത്രമാത്രം പുരാതനത്വമുള്ള ഈ പുസ്തകം ഇന്നും കാലപ്പഴക്കമില്ലായ്മയായി അനുഭവപ്പെടുകയാണ്. ഇതിലെ വള്ളിയോ പുള്ളിയോ പോലും ഭേദഗതി വരുത്താതെ ഇന്നും നിലനിൽക്കുകയും ആളുകൾക്കിന്നും പുതുമയായി ഇത് അനുഭവപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായെന്നിരിക്കട്ടെ, നിങ്ങളുടെ കമ്പനിയിൽ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടായി എന്നിരിക്കട്ടെ, നിങ്ങളുടെ വീട്ടിലെ ഒരു വിഷമകരമായ സാഹചര്യം നിങ്ങളെ അറിഞ്ഞു എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ഒരു രീതിയിലും അവിടെ ഓടിയെത്താനോ സഹായിക്കാനോ കഴിയാത്ത സന്ദർഭത്തിൽ നെടുവീർപ്പോടെ മുറിയിൽ കയറി കതകടച്ച് വിശുദ്ധ തിരുവെഴുത്ത് തുറന്ന് വായിക്കുമ്പോൾ 5 മിനിറ്റിന് മുമ്പ് നിന്റെ പ്രശ്നത്തിനൊരു പരിഹാരം പോലെ ആരോ എഴുതി വെച്ചതായി ഈ വേദവചനം നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? ദൈവത്തിന്റെ കൃപയാൽ കഴിഞ്ഞ 3 പതിറ്റാണ്ടിലധികമായി ഞാൻ ഈ ബൈബിൾ പ്രഭാഷണ രംഗത്ത് നിലനിൽക്കുകയാണ്. സ്നേഹിതരെ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനേക പ്രതിസന്ധികളുടെ നടുവിലൊക്കെ എനിക്ക് ആശ്വാസവും പ്രചോദനവും പകർന്നു തന്നിട്ടുള്ളത് ഈ ദൈവത്തിന്റെ വചനമാണ്. ഇന്നത്തെ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഇന്ന് എഴുതി വെച്ചതായി ഈ പുസ്തക പാരായണം വായനക്കാരന് അനുഭവപ്പെടുകയാണ്. ഒരു പുരാതന പുസ്തകമായിട്ടല്ല, ഇന്നത്തെ ഒരു നൂതന സന്ദേശമായി വായിക്കുന്നവന് ഇത് ലഭിക്കാൻ കാരണം ഇതിന്റെ എഴുത്തുകാരൻ ഇന്നും മരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് എക്കാലത്തേക്കുമുള്ള മനുഷ്യന്റെ സജീവമായ സമ്മാനമാണ്. അതുകൊണ്ടാണ് വായനക്കാരന് ഇന്നും ഇത് പുതുമയായി അനുഭവപ്പെടുന്നത്. പുരാതനമായ ഒരു പുസ്തകം ആളുകൾ ഇന്ന് വായിക്കാറില്ല. പുരാതന ലോകത്തിലെ പലതിനും ഇന്ന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയല്ലേ? മാറ്റങ്ങളുടെ ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പണ്ടത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഒരു ചെറിയ തുലനം ചെയ്താൽ ഇവിടെ പലതിനും മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. ചെറിയ ഉദാഹരണങ്ങൾ പറയാം. പണ്ടത്തെ മനുഷ്യന്റെ ആഹാരം പാകം ചെയ്യുന്ന രീതിയല്ല ഇന്നത്തെ പാചക രീതി. പണ്ട് ചുട്ടു തിന്നുന്ന കാലമായിരുന്നു, ഇന്ന് ഇൻസ്റ്റന്റ് ഫുഡുകളുടെ കാലഘട്ടമാണ്. പഴയ യാത്രാ സംവിധാനങ്ങളല്ല ഇന്നത്തെ യാത്രാ സൗകര്യങ്ങൾ. പണ്ട് മനുഷ്യൻ കാളവണ്ടിയിലാണ് യാത്ര ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് അമ്പിളിമാമ എന്ന് പണ്ട് വിളിച്ചിരുന്ന ആ ചന്ദ്രമണ്ഡലത്തിലേക്ക് മനുഷ്യൻ കുതിക്കുന്ന കാലഘട്ടം എത്തിച്ചേർന്നിരിക്കുകയാണ്. ഭൂമിയുടെ ഒരു ഭൂഖണ്ഡത്തിൽ നിന്നും മണിക്കൂറുകൾക്കകം മറ്റൊരു ഭൂഖണ്ഡത്തിലേക്കോ ഒരു ദിക്കിലേക്കോ മനുഷ്യന് പറന്നെത്താൻ കഴിയുന്ന രീതിയിൽ സഞ്ചാരത്തിന്റെ സ്വാധീനതയും വേഗതയും വർദ്ധിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ രീതി നോക്കണം. പണ്ട് ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു, നിരീക്ഷണ പഠനമായിരുന്നു, കൃത്യമായ കരിക്കുലമില്ലാത്ത പഠന രീതിയായിരുന്നു നിലവിലിരുന്നത്. എന്നാൽ ഇന്ന് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വരെ വന്നിരിക്കുകയാണ്. സർവകലാശാലകളിലും വിദൂര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഒക്കെ ഉണ്ടായി വന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ രീതികൾ വർദ്ധിച്ചിരിക്കുന്നു, വസ്ത്രധാരണം മാറിയിരിക്കുന്നു, സംസാരത്തിന്റെ ശൈലികൾ മാറിയിരിക്കുന്നു, സന്ദേശങ്ങൾ പങ്കുവയ്ക്കുന്ന ആ സംവേദന രീതികൾ, ആശയവിനിമയ രീതികൾക്കൊക്കെ വ്യതിയാനം വന്നിരിക്കുന്നു. ആശയത്തിന്റെ സംവേദനത്തിനും സംവാദത്തിനുമൊക്കെ പുതിയ തലങ്ങളും മാനങ്ങളും കൈവന്നിരിക്കുന്നു. പക്ഷേ അറിവിന്റെ ശൈശവദിശയിൽ എഴുതിയ വിശുദ്ധ വേദപുസ്തകം ഇന്നും പുതുമയോടെ പഴക്കമില്ലാതെ മനുഷ്യൻ ഇന്നും പുത്തൻ ചിന്തകളും ആത്മീക ആവേശവും നൽകിക്കൊണ്ട് തന്നെ നിലനിൽക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ള, മൊഴിമാറ്റം നടത്തിയിട്ടുള്ള പുസ്തകം ബൈബിളാണ് സഹോദരങ്ങളെ. ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ ഇന്നും വായിക്കുന്ന പുസ്തകം ബൈബിളാണ്. ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിയപ്പെടുന്ന പുസ്തകം ഇന്നും മറ്റൊന്നുമല്ല, ബൈബിളാണ്. അതെ, ബൈബിൾ അതുല്യമായ ഒരു ഗ്രന്ഥമാണ്. സ്തോത്രം. ബൈബിളിന്റെ 4ാമത്തെ അതുല്യത അതിന്റെ ആധികാരികത സംബന്ധിച്ച്. ഇതിൽ അനുമാനങ്ങളില്ല,
സങ്കല്പങ്ങളില്ല. എനിക്കങ്ങനെ തോന്നുന്നു, നമുക്കങ്ങനെ അനുമാനിക്കാമെന്ന ഊഹാപോഹത്തിന്റെ പദപ്രയോഗങ്ങൾ ഇതിലില്ല. ചാൾസ് ഡാർവിന്റെ ജീവോൽപത്തി എന്ന ചെറുപുസ്തകത്തിൽ 96 പ്രാവശ്യം എനിക്കങ്ങനെ തോന്നുന്നു, നമുക്കങ്ങനെ അനുമാനിക്കാം, അങ്ങനെയാകാനും സാധ്യതയുണ്ട് എന്നുള്ള ആ ഊഹാപോഹത്തിന്റെ പദങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ബൈബിളിൽ അതുമാതിരിയുള്ള ഒറ്റ പദം പോലും ഇല്ല. ഇതിലെ വാഗ്ദത്തങ്ങളും വാക്കുകളുമെല്ലാം കൃത്യതയുള്ളതാണ്, ഉത്തരവാദിത്തമുള്ളതാണ്. ഉവ്വ് ഉവ്വ് എന്ന് തന്നെയാണ്. കോടി വർഷങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞ് മനുഷ്യന്റെ കണ്ണ് കെട്ടുന്ന ഒരു കടങ്കഥയല്ല ബൈബിൾ. അതിലെ കാലക്കണക്കിൽ വല്ല കൃത്യതയുള്ളതാണ് സഹോദരങ്ങളെ. തിബരിയാസ് കൈസറുടെ 15-ാം ആണ്ടിൽ പൊന്തിയോസ് പിലാത്തോസ് യഹൂദ്യ നാട് വാഴുമ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ അല്ലെ, വളരെ കൃത്യതയോടെ അല്ലേ ബൈബിളിലെ കാലക്കണക്കുകൾ, അതിലെ പ്രസ്താവനകൾ പോലും എത്ര കൃത്യതയുള്ളതാണ്. ദൈവത്തിന് മഹത്വം. അതെ, ആധികാരികമായ ഒരു പുസ്തകമാണ് ബൈബിൾ. ബൈബിളിൽ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടെന്നാണ്. ബൈബിളിൽ ഒരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്നാണ്. ബൈബിളിൽ ഉണ്ടെന്ന് പറഞ്ഞതിനെ ഇല്ലെന്ന് വരുത്തി തീർക്കാൻ ആളുകൾ കഴിഞ്ഞിട്ടില്ല. ബൈബിൾ ഇല്ല എന്ന് പറഞ്ഞതിനെ ഉണ്ടെന്ന് വരുത്തി തീർക്കാനും ആളുകൾ കഴിഞ്ഞിട്ടില്ല. ഏതൊരു കാര്യത്തെക്കുറിച്ചും അവസാന വാക്കായി, അസന്നിഗ്ധതയുള്ള വാക്കായി, അനശ്വരതയുള്ള വാക്കായി, ആധികാരികതയുള്ള വാക്കായി പറയാൻ കഴിയുന്നത് വിശുദ്ധ ബൈബിളാണ്. കാരണം ഇതിന്റെ ഉടമസ്ഥൻ സർവത്തെയും സൃഷ്ടിച്ച സർവാധികാരിയായ ദൈവം തമ്പുരാനാണ്. ബൈബിളിന്റെ 5-ാമത്തെ അതുല്യത അതിന്റെ അനശ്വരതയാണ്. ബൈബിൾ നശിപ്പിക്കാൻ വേണ്ടി തന്നെ കച്ചകെട്ടി ഇറങ്ങിയ ഒരുപാട് ആളുകൾ. 20 വർഷത്തിന് ശേഷം ബൈബിളിന്റെ ഒരു കോപ്പി കാണണമെങ്കിൽ ശവദർശനശാലയിൽ പോയി നോക്കേണ്ടി വരുമെന്ന് പുലമ്പിയ വോൾട്ടേർ സഹോദരങ്ങളെ ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ മരിച്ചു. ബൈബിളിനെതിരെ താൻ എഴുതാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രസ് പിന്നീട് ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങി. തന്റെ അടുക്കളയിൽ പോലും ഇന്ന് അടുക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകമാണ്. ബൈബിളിനെതിരെ ശബ്ദിച്ചവരെല്ലാം നശിച്ചു പോയപ്പോഴും ബൈബിൾ ഇന്നും ജയിച്ചു നിൽക്കുകയാണ്. അതാണ് സെന്റ് ഹെലേന തീരത്തേക്ക് നാടുകടത്തപ്പെട്ട നെപ്പോളിയൻ ബോണപ്പാട്ട് പറഞ്ഞത്. വേദപുസ്തകം കേവലം ഒരു പുസ്തകമായി മാത്രം ഇരിക്കാതെ അതിന്റെ വ്യാപാരത്തെ ചെറുക്കുന്ന ഏത് ശക്തിയെയും കീഴടക്കിക്കൊണ്ട് അതതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. ബൈബിളിൽ ആരുടെയും ഒത്താശയും ഊന്നുവടിയും വേണ്ട സഹോദരൻ. അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മളാരും വേണമെന്നില്ല. ഇല്ലാതെ തന്നെ നിലനിൽക്കാൻ കരുത്തുള്ളതാണ് ജീവനുള്ള ദൈവത്തിന്റെ വചനം. ബൈബിൾ നശിപ്പിക്കാൻ ശ്രമിച്ച ഒത്തിരി ആളുകളുണ്ട്. അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന ഒരു മനുഷ്യൻ പഴയ നിയമത്തിന്റെ കിട്ടിയ കോപ്പികളെല്ലാം നശിപ്പിച്ചു കളഞ്ഞൊരു മനുഷ്യൻ. പക്ഷേ സിറിയയുമായി ഉണ്ടായ ഒരു യുദ്ധത്തിൽ താൻ തോറ്റോടി രഥത്തിൽ താഴെ വീണ് ഉദരരോഗിയായി താൻ മരിച്ചു. യഹോയാക്കീം എന്ന് പറയുന്ന ഒരു രാജാവ്, യിരെമ്യാവ് എന്ന പ്രവാചകൻ, ബാരൂക്ക് എന്ന തന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കൊണ്ട് എഴുതിപ്പിച്ചു വച്ചിരുന്ന തുകൽ ചുരുളുകളെല്ലാം എടുപ്പിച്ചു കൊണ്ടുവന്ന് നിരപ്പോട്ടിലെ തീക്കുണ്ടത്തിനകത്ത് കീറിയിട്ട് കത്തിച്ചു കളഞ്ഞു. എന്താണ് പിന്നീട് സംഭവിച്ചത്? യിരെമ്യാവ് ഈ വാർത്ത അറിഞ്ഞിട്ട് ഖേദത്തോടെ കരയുമ്പോൾ ദൈവം പറഞ്ഞു, പഴയതുപോലത്തെ ഒരു പുസ്തക ചുരുൾ നീ മേടിച്ചു കൊള്ളുക. യഹോയാക്കീം കത്തിച്ചു കളഞ്ഞ പുസ്തകങ്ങളിലെ ഭാഗങ്ങൾ ഞാൻ പറഞ്ഞു തരാം. യഹോയാക്കീമിന് വരാൻ പോകുന്ന ന്യായവിധി കൂടെ ആ പുസ്തകത്തിൽ പിന്നീട് എഴുതി ചേർക്കുകയുണ്ടായി. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം ഇന്നും വായനക്കായി നമ്മുടെ കയ്യിലുണ്ടായി. AD 305 റോമൻ ചക്രവർത്തിയായിരുന്ന ഡയോക്ലഷ്യൻ ബൈബിൾ ഉന്മൂലമാക്കാൻ ശ്രമിച്ച മറ്റൊരു വ്യക്തിയാണ്. ബൈബിളിന്റെ കിട്ടിയ കോപ്പികളെല്ലാം താൻ അഗ്നിക്കിരയാക്കിയുണ്ടായി. എന്നാൽ 10 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് കുസ്തന്തീനോസ് എന്ന ചക്രവർത്തിയെ ദൈവം എഴുന്നേൽപ്പിച്ചു. കുസ്തന്തീനോസ് ചക്രവർത്തിയായി അദ്ദേഹത്തിന് ലഭിച്ച ഒരു പ്രത്യേക നിയോഗപ്രകാരം താൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. അദ്ദേഹം ഒരു വിളംബരം ചെയ്തു, നശിക്കപ്പെടാത്ത ബൈബിളിന്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടിയാൽ രാജകീയ ചെലവിൽ ബൈബിളിന്റെ കോപ്പികൾ എഴുതി പകർപ്പുകൾ കൊടുക്കുമെന്ന്. ഒരു സഭാപിതാവ് അദ്ദേഹത്തെ ചെന്ന് മുഖം കാണിച്ചിട്ട്, രാജാവേ, എനിക്ക് 24 മണിക്കൂർ തരാമോ എന്ന് ചോദിച്ചു. 24 മണിക്കൂർ അദ്ദേഹത്തിന് അനുവദിച്ചു. രാവിലെ കൊട്ടാരം വിട്ടിറങ്ങിപ്പോയ സഭാപിതാവ് വൈകുന്നേരം തനിക്കെടുപ്പത് നശിക്കപ്പെടാത്ത വേദപുസ്തകത്തിന്റെ കോപ്പികൾ ചുമന്നുകൊണ്ട്
താൻ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു. അതെ, ബൈബിൾ നശിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാം നശിച്ചു പോയപ്പോഴും വേദപുസ്തകം ഇന്നും അതിന്റെ ജൈത്രയാത്ര. വേദപുസ്തകത്തിനെതിരെ പ്രവർത്തനം നടത്തിയത് ജീർണതയോ ചിതലോ പുഴുവോ കൃമികളോ ഒന്നുമല്ല. മഹാരഥന്മാരും രാജാക്കന്മാരും സാമ്രാട്ടുകളും ഒക്കെ ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. അവരെല്ലാം നശിച്ച് കാല് യവനികയ്ക്കുള്ളിലേക്ക് അമർന്നു പോയപ്പോൾ ബൈബിൾ ഇന്നും ജയിച്ചു തന്നെ നിൽക്കുകയാണ്. ബൈബിളിന്റെ ആറാമത്തെ അതുല്യത അതിന്റെ സ്വാധീനതയാണ്. ഞാൻ നിരീശ്വരവാദി ആയതുകൊണ്ടാണ് എന്റെ മദ്യപാനം നിർത്തിയതെന്ന് കവലകളിൽ നിന്ന് സാക്ഷ്യം പറയുന്ന ആരെയും നാം ആരും നാളിതുവരെ കണ്ടിട്ടില്ല. എന്നാൽ യേശു ക്രിസ്തുവിനെ കണ്ടതുകൊണ്ട്, ബൈബിൾ വായിച്ചതുകൊണ്ട് ജീവിതത്തിൽ മാനസാന്തരമുണ്ടായ, മദ്യപാനത്തിൽ നിന്നും ചൂതാട്ടത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച എത്രയെത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ. ക്രൂരരായിരുന്ന ആളുകളെ കുഞ്ഞാടുകളെ പോലെയാക്കി മാറ്റിയത് ബൈബിളല്ലേ? പോലീസിന്റെ മുറയ്ക്ക് ആളുകൾക്ക് മാറ്റം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ ബൈബിൾ വായിച്ചവർ കുറ്റബോധത്തോടെ തേങ്ങലോടെ തങ്ങളുടെ കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാസ്ഥാനപ്പെട്ട എത്രയെത്ര ചരിത്രങ്ങൾ. ഇന്നും ജയിലുകളിൽ പോലും ആളുകൾ വായിക്കുന്നത് ബൈബിളാണ് സഹോദരങ്ങളെ. വായനയ്ക്ക് ശുപാർശ ചെയ്യുന്നതാണ് സഹോദരങ്ങളെ. കാരണം ഈ പുസ്തകം പോലെ ജനത്തെ സ്വാധീനിക്കുന്ന വേറൊരു പുസ്തകവും ലോകത്തിലില്ല. നരഭോജികളുടെ നാടായിരുന്ന ആഫ്രിക്കയിൽ ആ നാടിനെ നന്നാക്കിയെടുത്തത് വിശുദ്ധ ബൈബിളാണ്. ഭാരതത്തിൽ തന്നെ എന്തെന്ത് വ്യതിയാനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകം വരുത്തിയത്. സതി എന്ന ഒരു ചതി സമ്പ്രദായം ഇവിടെ നിലനിന്നിരുന്നില്ലേ? അതിനെതിരെ പ്രവർത്തിക്കാൻ പ്രചോദകമായി മാറിയത് ബൈബിളാണ്. ഇവിടെ ശൈശവവിവാഹം നിലനിന്നില്ലേ? അതുപോലെ തന്നെ ശരിയായ വസ്ത്രം ധരിക്കുവാൻ അനുവാദമില്ലാതിരുന്ന കാലമുണ്ടായിരുന്നില്ലേ? താണജാതിക്കാരനും വിദ്യാഭ്യാസം ചെയ്യാൻ അവസരമില്ലാതിരുന്ന കാലഘട്ടമുണ്ടായില്ലേ? ആ സ്ഥിതികൾക്കെല്ലാം വ്യത്യാസം വരുത്തിയത് ബൈബിളും സുവിശേഷവുമാണ്. ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റിയത് ബൈബിളാണ്. ലോകരാജ്യങ്ങൾക്ക് പ്രബുദ്ധത നൽകിയത് ബൈബിളാണ്. ഇത് വായിക്കുന്ന ഒരുവനും നിരാശിതനാവില്ല. ഇത് സ്വന്തമായുള്ള ഒരുവനും നിരാലംബനല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഈ അതുല്യമായ പുസ്തകത്തെ ഉയർത്താൻ നിങ്ങൾ സന്മനസ് കാണിച്ചാൽ ഇതിന്റെ ഉടമസ്ഥനായ ദൈവം നിങ്ങളെയും ഉയർത്തി. എവിടൊക്കെ ആരൊക്കെ ഇത് പാരായണം ചെയ്യാനും ഇതിനെ ബഹുമാനിക്കുവാനും ഇതിലൂടെ ദൈവിക സ്വരം കേൾക്കുവാനും തങ്ങളുടെ ജീവിതം ചിട്ടപ്പെടുത്തുവാനും ആഗ്രഹിച്ചിട്ടുണ്ടോ, ശ്രമിച്ചിട്ടുണ്ടോ, ആ വ്യക്തികൾ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും കുഞ്ഞുങ്ങളും എല്ലാം ഉന്നതി പ്രാപിച്ചിട്ടുണ്ട്. എവിടെയെല്ലാം ഇതിന്റെ പ്രവേശനത്തെ തടഞ്ഞിട്ടുണ്ടോ ആ നാട് പോലും തകർന്നു പോയപ്പോൾ വേദപുസ്തകത്തെ ഉയർത്തിയവർ, വിശുദ്ധ ബൈബിൾ ഉയർത്തിയവർ ഇന്നും ഉന്നതരായി തന്നെ വിരാജിക്കുകയാണ്. ബൈബിളിന്റെ 6 അതുല്യതകളെ പറ്റിയാണ് ഇന്ന് നാം പഠിച്ചത്. 1, അതിൻ്റെ പേരാണ്. പുസ്തകം എന്ന പേരിന് അർഹതയുള്ള ഏക ഗ്രന്ഥം ബൈബിൾ മാത്രമാണ്. 2, വിവിധത്വത്തിൽ അത് ഏകത്വമുള്ളതാണ്. 7ഓളം വിവിധത്വങ്ങൾ നാം പഠിക്കുകയുണ്ടായി. പലമാതിരിയുള്ള പൊരുത്തക്കേടുകൾ ഉള്ളപ്പോൾ തന്നെ യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പ് എന്ന ഏക സന്ദേശം നൽകിക്കൊണ്ട് ഐക്യതയോടുകൂടെ ഈ ബൈബിൾ ഇന്നും നിലനിൽക്കുകയാണ്. 3, അതിൻ്റെ കാലപ്പഴക്കമില്ലായ്മയാണ്. 3500 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ ഒരു പുരാതന പുസ്തകമായിട്ടല്ല, ഇന്നത്തെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായി അല്പം മുമ്പ് ആരോ എഴുതിയ ഒരു അനുഗ്രഹീത ഗ്രന്ഥമായിട്ടാണ് ഇത് വായിക്കുന്ന ഏതൊരുവനും അനുഭവപ്പെടുന്നത്. 4, ഇതിൻ്റെ ആധികാരികതയാണ്. ഇതിൽ അനുമാനത്തിൻ്റെ ഒറ്റ വാചകം പോലുമില്ല എന്ന് മാത്രമല്ല, വേദപുസ്തകത്തിലെ എല്ലാ വാക്കുകളും വളരെ കൃത്യതയോടും ആധികാരികതയോടുമാണ് നിലനിൽക്കുന്നത്. 5, അതിൻ്റെ അനശ്വരതയാണ്. ഈ പുസ്തകത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെല്ലാവരും നശിച്ചു. പക്ഷേ ഈ പുസ്തകം ഇന്നും അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ്. 6, ഇതിൻ്റെ സ്വാധീനതയാണ്. നിങ്ങൾ ഈ വേദപുസ്തകം വായിക്കാൻ തയ്യാറാകുക. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ബൈബിൾ കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളും ഇത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടും.